ജീവിതോപാധിക്കുപരിയായി അധ്യാപനത്തെ സേവനവും കർത്തവ്യവും വരും തലമുറയെ വാർത്തെടുക്കാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്വവുമായി കണ്ടിരുന്നവരുടെ സേവനപരിധിയിൽ മുൻപന്തിയിലെത്തിയ തിരുവനന്തപുരത്തെ പ്രശസ്തമായ SMV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 26-ന് സംഘടിപ്പിച്ച പൂർവാധ്യാപകരുടെ കൂട്ടായ്മയായ ഗുരുസംഗമം വൈകാരികമായ ചില മുഹൂർത്തങ്ങളുടെ സംഗമവേദിയായി. തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു സ്കൂളാണ് ശ്രീമൂലവിലാസം ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രഗത്ഭന്മാരും പ്രസിദ്ധന്മാരുമായ അധ്യാപകരായിരുന്നു ഏറെക്കുറെ ഉള്ളത്. MB അപ്പനെ പോലുള്ള മഹാകവി പന്തളം കേരളവർമ്മ മുതലായവർ ഈ സ്കൂളിലെ അധ്യാപകരായും പ്രഥമാധ്യാപകരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2002-ലാണ് ഞങ്ങളിങ്ങനെ ഇവിടുന്ന് പെൻഷനായ അധ്യാപകരുടെ ഒരു സംഘടന രൂപീകരിച്ചത്. ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സഹായിക്കുക, സ്കൂളിനൊരു കൈത്താങ്ങായി നിൽക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. ഇന്ന് ഈ സംഘത്തിൽ ഏതാണ്ട് 300ഓളം അധ്യാപകർ സജീവമായി പങ്കെടുത്തു വരികയാണ്. നൂറ്റാണ്ടിൻ്റെ പ്രായമുള്ള ഈ കലാലയത്തിൽ സംഘടിപ്പിച്ച ഗുരുസംഗമത്തിൽ 100ന്റെ നിറവിലെത്തുന്നവരുൾപ്പെടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അധ്യാപനത്തെ കടമയും കർത്തവ്യവുമായി കണ്ടിരുന്ന 100-ലേറെ പേരാണ് പങ്കെടുത്തത്. കലാലയത്തിൻ്റെ ഉയർച്ച മാത്രം ലക്ഷ്യമിട്ടുള്ള പഴയകാല പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ പരിഭവങ്ങളും പിണക്കങ്ങളും കാലത്തിൻ്റെ കടന്നുപോകലിൽ നീർത്തില്ലാതെയായി. കൂടിച്ചേരലിൻ്റെ ആവേശമണിഞ്ഞ നിൽപ്പായിരുന്നു ഓരോ മുഖവും. 2002 മെയ് മാസം 22-ാം തീയതിയാണ് SME ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും SME സ്കൂളിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത്. ആ യോഗത്തിൽ അന്ന് SME സ്കൂളിൽ അതുവരെ ജോലി ചെയ്തിരുന്ന മുഴുവൻ അധ്യാപകരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ബഹുമാന്യരായ MB അപ്പൻ സാറ്, അധ്യാപക പ്രതിനിധി എന്ന രൂപത്തിൽ, പിന്നെ വിദ്യാർത്ഥികൾ പ്രതിനിധിയായി ഡോക്ടർ കൊച്ചി കേശവൻ നായർ തുടങ്ങി പ്രഗത്ഭരായ അധ്യാപകർ എന്ന ആ യോഗത്തിൽ 250ഓളം അധ്യാപകർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ചാണ് നമ്മൾ പൂർവാധ്യാപകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ആ കൂട്ടായ്മയ്ക്കാണ് ഞങ്ങൾ ഗുരു എന്ന് പേര് നൽകിയിട്ടുള്ളത്. അതിൽ 2007-ലും 2014-ലും 2018-ലും 2020-ലും ഇതിനകം ഗുരുസംഗമം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 6ാമത്തെ ഗുരുസംഗമമാണ് ഇന്നിപ്പം ഇവിടെ നടക്കുന്നത്. SME സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന മുഴുവൻ അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾ വെച്ചു വിളമ്പിയിരുന്ന ക്യാൻറ്റീൻ കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട അധ്യാപകരുടെ കൂടിച്ചേരൽ വാർത്തയറിഞ്ഞ് അവരെ നേരിൽ കാണാനെത്തിയ ശിഷ്യഗണങ്ങൾ ഗുരുക്കന്മാരുടെ പേരിൻ്റെയും പെരുമയുടെയും തെളിവായി മാറി. ഞാൻ 2021-ലാണ് SMVയിലെ വൈസ് പ്രിൻസിപ്പലായിട്ട് വന്ന് ചാർജ് എടുക്കുന്നത്. അന്ന് മുതൽ തന്നെ എനിക്ക് ഇവിടെയുള്ള പഴയ ഗുരുക്കന്മാരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇവിടെ ഈ സ്കൂളുമായിട്ട് നിരന്തരം അവർ വന്ന് ബന്ധപ്പെടുകയും പല കാര്യങ്ങളിലും അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 10-25 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിലും ഞാൻ പഴയ വിദ്യാർത്ഥികൾ നമ്മളെ കൂട്ടായ്മയ്ക്ക് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ അധ്യാപകർ ചെല്ലാറുള്ളത്. പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് അധ്യാപകരുടെ ഒരു കൂട്ടായ്മ, അത് ഓരോ മാസവും ഓരോ അധ്യാപകരുടെ വീടുകളിലേക്ക് ഇവർ വരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു സംഗമം നടത്തുന്നു. പിന്നെ നമ്മുടെ സ്കൂള് അവർക്ക്, എനിക്ക് തോന്നുന്നു ഈ സ്കൂളിനോടുള്ളൊരു പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ടായിരിക്കാം നല്ല പ്രായമായ അധ്യാപകരും കുടുംബവും വരെ വന്ന് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഗുരുസംഗമത്തിന്റെ പ്രസിഡന്റ് ശ്രീ N ശശിധരൻ നായരുടെ അധ്യക്ഷതയിലെ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്തത് ആന്റണി രാജു MLA ആയിരുന്നു. അജിത് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി ശ്രീ MP മോഹനൻ സ്വാഗതം പറഞ്ഞു. ശ്രീ സന്തോഷ് രാജിന് നൽകി ഡിജിറ്റൽ ഡയറിയുടെ ഹാർഡ് കോപ്പി പ്രകാശിപ്പിച്ചു. ഏറ്റവും മുതിർന്ന അധ്യാപകനായ ശ്രീ കേശവൻകുട്ടി നായർക്ക് നൽകിക്കൊണ്ടാണ് അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം ആരംഭിച്ചത്. അധ്യാപകനായ ജോസ് കോശി സാറിന്റെ മകളും VSAT ഉപഗ്രഹ നിർമ്മാണത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ഷെറിൻ മറിയത്തിനുള്ള ഉപഹാര സമർപ്പണവും മുഖ്യപ്രഭാഷണവും നടത്തിയത് ശ്രീ MM സിദ്ദിഖായിരുന്നു. ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി റാണി വിദ്യാധര, PTA പ്രസിഡന്റ് സൂര്യനാരായണൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സതീർത്ഥ്യർ സെക്രട്ടറി പുന്നപുരം മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി H ഗണേശൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ ഡോക്ടർ വസന്തകുമാരൻ നന്ദി പറഞ്ഞു. എൻ്റെ പേര് ജാഫർ എന്നാണ്. SMV ഹൈസ്കൂളിൽ ഞാനിവിടെ
1987 മുതൽ 2009 വരെ സർവീസ് ഉണ്ടായിരുന്ന ഒരു അധ്യാപകനാണ്. ഡെസിഗ്നേഷനോ പ്രൈമറി അധ്യാപകനെന്നോ ഹൈസ്കൂൾ അധ്യാപകനെന്നോ ഹയർ സെക്കൻഡറി അധ്യാപകനെന്നുള്ള വ്യത്യാസം കൂടാതെ തന്നെ സഹോദരങ്ങളെപ്പോലെ സ്നേഹാദരവോടുകൂടിയാണ് നമ്മൾ പെരുമാറുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഗുരുസംഘമാണ് ഇന്ന് SMBയുടെ നടയിൽ വെച്ച് നടത്തുന്നത്. വിശേഷങ്ങൾ പങ്കുവെച്ച് സദ്യയും കഴിച്ച് ഫോണിലൂടെയും കഴിയുമെങ്കിൽ നേരിട്ടും കാണാമെന്ന വാക്കു പറഞ്ഞ് പ്രായം അതിർത്തി നിശ്ചയിക്കാത്ത അധ്യാപക ബന്ധുക്കൾ പിരിയുമ്പോൾ ഹൃദ്യവും ഗാഢവുമായ ബന്ധങ്ങളുടെ ചില നിമിഷങ്ങൾ പുനരവതരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.